ഹരേ കൃഷ്ണ. ജീവിതത്തിൽ ഏറ്റവും വലിയ അധർമ്മം നേരിട്ട വ്യക്തി തന്നെയാണ് പിന്നീട് ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും ഒക്കെ ദേവനാകുന്നത്. അദ്ദേഹം മറ്റാരുമല്ല ശനീശ്വരനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വളരെയധികം ഷോർട്ടായിട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സൂര്യദേവന്റെ പത്നിയായിരുന്നു സഞ്ജനാദേവി. സൂര്യദേവന്റെ അതിതീവ്രമേറിയ താപം സഞ്ജനാദേവിക്ക് സഹിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തന്റെ പതിയോടൊത്ത് നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാൻ സഞ്ജനാദേവിക്ക് സാധിച്ചിരുന്നില്ല. ഈ കാരണത്തിൽ വളരെയധികം ദുഃഖിതയായിരുന്നു സഞ്ജനാദേവി. മാത്രമല്ല സഞ്ജനാദേവിയുടെ മനസ്സിൽ ഒരു തോന്നലുണ്ടായിരുന്നു, തന്റെ പതിയായ സൂര്യദേവൻ തന്നിൽ സംപ്രീതനാവില്ലേ എന്ന്. അപ്പോഴാണ് സഞ്ജനാദേവിക്ക് ഒരു ഉപായം തോന്നുന്നത്. ദേവിയുടെ മന്ത്രസിദ്ധിയാൽ ഒരു രൂപം തയ്യാറാക്കിയെടുത്തു. അതായത് ദേവിയുടെ അതേ സാമ്യമായിട്ടുള്ള രൂപമായിരുന്നു അത്. ആ ദേവിക്ക് ദേവി ഛായാദേവി എന്ന നാമകരണവും ചെയ്തു. പിന്നീട് സൂര്യദേവനോടൊത്ത് സമയം ചെലവഴിക്കുന്നത് സഞ്ജനാദേവിയുടെ തന്നെ ഒരു അംശമായിരുന്ന ഛായാദേവി ആയിരുന്നു. അങ്ങനെ ഛായാദേവി വളരെ മനോഹരമായിട്ട് സൂര്യദേവനെ സ്നേഹിക്കുകയും അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയായിരുന്നു. അങ്ങനെ വളരെ കാലം കഴിഞ്ഞു. ഛായാദേവി ഗർഭവതിയാവുകയാണ്. അങ്ങനെ വളരെ ദീർഘനാളത്തെ ആ ഒരു കാത്തിരിപ്പിന് ശേഷം ഛായാദേവി ഒരു പുത്രന് ജന്മം നൽകുകയാണ്. പക്ഷേ ജനിച്ച പുത്രനാവട്ടെ സൂര്യദേവന്റെ പുത്രനായിട്ട് പോലും അത്രയധികം തേജസ് ആ പുത്രനിൽ കണ്ടില്ല. വളരെയധികം കറുത്ത് ഇരുണ്ട ഒരു നിറമായിരുന്നു. അതുകൊണ്ട് തന്നെ സൂര്യദേവന് അദ്ദേഹത്തിന്റെ പുത്രനായി ഈ ഒരു മകനെ സ്വീകരിക്കാൻ സാധിച്ചിരുന്നില്ല. മാത്രമല്ല ഛായാദേവി എന്നത് സഞ്ജനാദേവിയുടെ ഒരു സൃഷ്ടിയാണെന്നും സൂര്യദേവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഛായാദേവിയുടെയും സൂര്യദേവന്റെയും പുത്രനായ ശനീശ്വരനെ തന്റെ പുത്രനായി അംഗീകരിക്കാൻ സൂര്യദേവന് സാധിച്ചില്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനീതിയാണ് ജനിച്ച വീണ് ആ നാള് തൊട്ട് ശനിദേവൻ അനുഭവിക്കേണ്ടി വന്നത്. ഈ ഒരു കാര്യത്തിൽ നിന്ന് ശനിദേവനെ രക്ഷിക്കാനായിട്ട് അവിടെ എത്തിയത് മറ്റാരുമല്ല, സാക്ഷാൽ പരമശിവനായി. അദ്ദേഹം സൂര്യദേവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സൂര്യദേവൻ ശനിദേവനെ തന്റെ പുത്രനായി അംഗീകരിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് ശനീശ്വരന്റെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് സാക്ഷാൽ മഹാദേവൻ തന്നെയായിരുന്നു. കടുത്ത ശിവഭക്തനായിരുന്നു ശനീശ്വരൻ. മാത്രമല്ല ശനീശ്വരന്റെ ഗുരു എന്നതും മഹാദേവന്റെ മറ്റൊരു അവതാരമായ കാലഭൈരവനായിരുന്നു. അതുകൊണ്ട് തന്നെ ശനി പീഡനത്താൽ നിങ്ങൾ ഒരുപാടധികം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാലഭൈരവാഷ്ടകം ചൊല്ലി നിങ്ങൾക്ക് ആ ഒരു വലിയ കാലത്തിൽ നിന്ന്, ഒരു കഠിന കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊരു ശമനം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ശനീശ്വരന്റെ കഥ. ജനിച്ച നാൾ തൊട്ട് വളരെ വലിയ അനീതിയിൽ നിന്ന് പിന്നീട് ധർമ്മത്തിന്റെ തന്നെ ന്യായത്തിന്റെ തന്നെ ദേവനായി മാറിയ ദേവൻ ശനീശ്വരൻ. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഹരേ കൃഷ്ണ.